ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 റിസൾട്ടിന് ശേഷം ഒരുപാട് കുട്ടികളുടെ വലിയൊരു സംശയത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ. അതായത് റിവാലുവേഷൻ എന്താണ്, റിവാലുവേഷൻ കൊടുക്കണോ, സ്ക്രൂട്ടിനി കൊടുക്കണോ, ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്യണോ, എക്സാം എഴുതണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം. അപ്പോൾ ഡയറക്റ്റ് മിസ് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എന്താണ് റിവാലുവേഷൻ എന്ന് പറയാം. റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി എഴുതിയ സബ്ജക്റ്റ് പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ വേറൊരാളാണ് അവിടെ ചെക്ക് ചെയ്യുക, റീവാല്യൂ നടത്തുന്നു. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടൻസി പേപ്പർ ആദ്യം ഫസ്റ്റ് ഒരാൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി. ഇപ്പോൾ ഒരു 25 ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കൊടുത്ത് റിവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം പേപ്പർ അനദർ പേഴ്സൺ, അതായത് ഫസ്റ്റ് നോക്കിയ ആളല്ല വേറൊരാൾ വന്നിട്ട് റീചെക്ക് നടത്തും, റീവാല്യൂ നടത്തും. ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ശരി തന്നെയാണോ എഴുതിയത്, മറ്റേ ആൾ എഴുതിയ മാർക്കിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കുമോ എന്നോ ഒന്നും കൂടി റീചെക്ക് നടത്തുന്ന ഒരു പ്രോസസ്സാണ് റീവാലുവേഷൻ. റീവാലുവേഷനിൽ നമുക്ക് എന്താ പറയുക, ഓരോ എഴുതിയതും ചെക്ക് ചെയ്യാനായിട്ട്, അതായത് മേ ബി നല്ല മാർക്കുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റത്തെ ആളിനേക്കാൾ കുറച്ച് മാർക്ക് കിട്ടിയെന്ന് വരാം. അതാണ് റീവാലുവേഷൻ. അതുകൊണ്ടാണ് അതിന് 500 രൂപയെ ഫീസ് വരുന്നത്. ഇനി ഈ റീവാലുവേഷൻ ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞേരട്ടെ. മിസ്സിൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റീവാലുവേഷൻ കൊടുക്കേണ്ടത് ഇപ്പോൾ A+2 മാർക്കിന് A+ കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവാം, അവർക്ക് റീവാലുവേഷൻ കൊടുക്കാം. അതുപോലെ A കിട്ടേണ്ട കുട്ടികൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. ഗ്രേഡ് വ്യത്യാസം വരുന്നവർക്കാണ് റീവാലുവേഷൻ ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രേഡ് മാറാൻ, അതായത് ചിലപ്പോൾ C+ എന്നുള്ളത് C ആവാൻ 1 മാർക്ക് 2 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ ആരെങ്കിലും ഗ്രേഡുകൾ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. ഇനി എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, അതായത് ഇപ്പോൾ മിസ് പറയുകയാണെങ്കിൽ ഫെയിൽഡ് ആയ കുട്ടികൾ റീവാലുവേഷൻ കൊടുക്കണോ എന്നൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഫെയിൽഡ് ആയ കുട്ടികളുടെ കാര്യം പറഞ്ഞു തരട്ടെ. 1 മാർക്കിനൊക്കെ ഫെയിൽഡ് ആയ സ്റ്റുഡൻസ് ആണ് എങ്കിൽ പോലും, ഇപ്പോൾ 1 മാർക്ക് കിട്ടിയാൽ ഞാൻ ജയിക്കും, അപ്പോൾ 1 മാർക്ക് എനിക്ക് എങ്ങനെയെങ്കിലും റീവാല്യൂ ചെയ്ത് കിട്ടാം, അതിന് വേണ്ടി ഞാൻ 500 റുപ്പീസ് പേയ്മെൻറ്റ് നൽകി റീവാലുവേഷൻ കൊടുക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുമെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം? പക്ഷേ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞാലും ഗ്രേഡ് വ്യത്യാസമാണ്. 1 മാർക്ക് ഇപ്പോൾ കിട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് അവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു ഭാഗ്യപരീക്ഷണം എന്ന് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, നമുക്കവിടെ വേറെ നഷ്ടങ്ങളൊന്നും വരുന്നില്ല. ഫെയിൽഡ് കുട്ടികൾ റീവാലുവേഷൻ 500 രൂപ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ എക്സാം ഒന്നും അപ്ലൈ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു നഷ്ടമാണ്. ഫെയിൽഡ് സ്റ്റുഡൻറ്റ് റീവാലുവേഷൻ കൊടുക്കണ്ട എന്നാണ് മിസ്സിൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ റീവാലുവേഷൻ്റെ റിസൾട്ടും വന്നിട്ട് നിങ്ങൾക്ക് സാബാച്ച് എഴുതാൻ പറ്റില്ല. മേ ബി നിങ്ങൾക്ക് ഇതൊരു 50-50 ചാൻസ് ആണ്. അതായത് നമുക്ക് പോവാതിരിക്കാം. ഇത് നമുക്ക് ഭാഗ്യപരീക്ഷണമാണ്, കിട്ടാം, അങ്ങനെ ഒരു ഭംഗി പറയാം. നമുക്കിവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്ക് അവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ ഫെയിൽഡ് അല്ല, +2 പാസ്സാണ്, കണ്ടിന്യൂ ചെയ്യാം. ഫെയിൽഡ് കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം പോയിട്ട് എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിയും. 27ന് മുമ്പ് നമ്മൾ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം, റീവാലുവേഷനും കൊടുക്കണം. ഇനി രണ്ടും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, എക്സാമും കൊടുക്കാം, റീവാലുവേഷനും കൊടുക്കാം. എന്നിട്ട് അപ്പോൾ എക്സാമിന് നമുക്ക് 170 സംതിങ് കണ്ടേ ഉള്ളൂ. ആ കാശ് കണ്ടില്ല എന്ന് വെച്ച് റീവാലുവേഷൻ കിട്ടിയാലോ എന്നാവാം. ഇനി 500 രൂപ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സാം, അപ്പോൾ രണ്ടും കൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ 670 സംതിങ് അവിടെ ഒരു സബ്ജക്റ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ റീവാലുവേഷൻ മാത്രം കൊടുത്ത് ഫെയിൽഡ് കുട്ടികൾ ഇരിക്കരുത്. അപ്പോൾ റീവാലുവേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. മാർക്ക് കൂടാൻ ചാൻസ് ഉള്ളത് റീവാലുവേഷനാണ്. ഇനി രണ്ടാമത്തെ കാര്യം സ്ക്രൂട്ടിനി. എന്താണ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാർക്കുകൾ മാത്രം ആഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുക. അതായത് കൗണ്ടിങ് മിസ്റ്റേക്ക് നമ്മൾ പറയില്ലേ, സ്ക്രൂട്ടിനി ചെയ്യാനായിട്ട് കൗണ്ടിങ് മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ സ്ക്രൂട്ടിനിക്കാണ് കൊടുക്കുക. ജസ്റ്റ് 1 2 3 4 5 ഓരോ മാർക്കുകൾ ജസ്റ്റ് ആഡ് ചെയ്ത്, അതാണ് സ്ക്രൂട്ടിനി. റീവാലുവേഷൻ്റെ അത്ര ബെറ്റർ ഓപ്ഷൻ അല്ല സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനിക്ക് ഒരു 300 സംതിങ് അത്രയുണ്ടേ ഉള്ളൂ. റീവാലുവേഷൻ്റെ അത്ര റേറ്റ് സ്ക്രൂട്ടിനിക്ക് അല്ല. പക്ഷെ അതിനോട് മിസ് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം അത് നമുക്ക് സത്യം പറഞ്ഞാൽ കൗണ്ടിങ് മിസ്റ്റേക്ക് മാക്സിമം ഉണ്ടാവാറില്ല, റയർ കേസിലാണ് ഉണ്ടാവുക. ഇനി അത് കൊടുത്ത് മാർക്ക് കൂടിയില്ല എങ്കിൽ നമ്മുടെ ആ ഒരു കാശ് പോകും. അതിനേക്കാൾ ബെറ്റർ കുറച്ച് എമൗണ്ട് കൂടിയിട്ട് നമ്മുടെ ഏതെടുക്കുകയാണ്, റീവാലുവേഷൻ എടുക്കുകയാണ്. ഇനി എന്താണ് ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് എമൗണ്ട് വളരെ കുറവാണ്. 100 200 സംതിങ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല കേട്ടോ.
ഫോട്ടോ കോപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക 300 എത്രയാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 300 ആണോ ഇനി 100 ആണോ എന്നറിയില്ല, കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ആൻസർ ഷീറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ആൻസർ ഷീറ്റ് നമുക്ക് ഫോട്ടോ കോപ്പി വാങ്ങാം. നമ്മൾ എഴുതിയതിൻ്റെ ആൻസർ ഷീറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളത് നോക്കുക. നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് അതിൽ വല്ല കൗണ്ടിങ് മിസ്റ്റേക്കോ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് റീവാലുവേഷനോ സ്ക്രൂട്ടനിക്കോ അപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണണം, ഞാനതിൽ എഴുതിയിട്ടുണ്ട്, എനിക്കതിൽ മാർക്ക് കിട്ടുന്നുണ്ടാവില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ഈ ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് അതിൽ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മൾ അഗെയിൻ റീവാലുവേഷൻ 500 അല്ലെങ്കിൽ സ്ക്രൂട്ടിനി 300 ഒക്കെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഫോട്ടോ കോപ്പിയുടെ ക്യാഷും അതുപോലെ തന്നെ നമുക്ക് റീവാലുവേഷൻ്റെ ക്യാഷോടെ സെപ്പറേറ്റ് വരികയാണ്. ഇനി ഇത് ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി കൊടുക്കാം. അല്ലാതെ മാർക്ക് കൂടാൻ ചാൻസ് ഉള്ളത് റീവാലുവേഷനിലാണ്. ഇനി എക്സാം ഇതൊക്കെ തോറ്റ കുട്ടികൾക്കൊന്നും ഇതൊന്നും വേണ്ടെന്നാണ് മിസ്സിൻ്റെ. ഫെയിൽഡ് കുട്ടികൾ ചൂസ് ചെയ്യേണ്ടത് ഈ എക്സാം മാത്രമാണ്. നിങ്ങൾ റീവാലുവേഷൻ മൈൻഡിൽ കയറ്റണ്ട, സ്ക്രൂട്ടിനി മൈൻഡിൽ കയറ്റണ്ട, ഫോട്ടോ കോപ്പി നിങ്ങൾ മൈൻഡിൽ കയറ്റണ്ട. നിങ്ങളുടെ മൈൻഡിൽ എന്ത് മാത്രം മതി, എക്സാം. ഒരു സബ്ജക്റ്റ് 170 സംതിങ് ആണ് വരുന്നത്, 170ക്കുള്ളിലാണ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്ക് ഏകദേശം ഒരു 1 മന്ത് ഉണ്ട്. മാക്സിമം ട്രൈ ചെയ്ത് പഠിക്കുക. 2 വർഷം കൊണ്ട് കിട്ടാത്തത് എനിക്ക് ഒരു മാസം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യെസ് പറഞ്ഞിട്ട് എക്സാം എഴുതുക. അവിടെ നിങ്ങൾക്ക് എങ്ങനെയും നമുക്ക് എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ് വരാറ്. മാർച്ചിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാൾ നല്ലൊരു പേപ്പറാണ് വരാറ്. പിന്നെ നമ്മൾ ആ ഒരു ബേസിക്കിലാണ് പഠിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഉറപ്പിക്കാം, അതായത് പൈസ പോകില്ല. 170 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഞാൻ ആ ഒരു കാശ് മൈൻഡിൽ വെച്ച് എനിക്കിത് പഠിച്ചേ പറ്റൂ, എനിക്ക് ഈ വർഷം എല്ലാ കുട്ടികളുടെ കൂടെ +2 പാസ്സായേ പറ്റൂ എന്ന് തീരുമാനിക്കാം. ഓക്കെ. ഇനി എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് എവിടെ നിന്നും കിട്ടുന്നില്ല, എങ്ങനെയാണ് എക്സാമിനെ പഠിക്കുക എന്നുള്ളത് അറിയില്ല, അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് അറിയില്ല, PVQ സെക്ഷൻസ് വേണം, പ്രോബ്ലംസ് അറിയില്ല, തിയറീസ് എങ്ങനെ പഠിക്കണം എന്നറിയില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, മിസ്സിൻ്റെ ബാച്ചിൻ്റെ അഡ്മിഷൻ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്, യൂട്യൂബ് ലൈവ് ക്ലാസ് ആണെങ്കിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അക്കൗണ്ടൻസി, ബിസിനസ്, CA, എക്കണോമിക്സ് ആണ് സബ്ജക്റ്റുകൾ. അതിൽ ഇംഗ്ലീഷും മാത്സും നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ഓൾറെഡി മാർച്ചിലെടുത്ത ക്രാഷ് ബാച്ചിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ ചാപ്റ്റർ വൈസും PVQ സെക്ഷൻസും അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകളെല്ലാം ബാച്ച് വേണം എന്നുള്ളവർ ഈ നമ്പറിലൊന്ന് മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഇത് പറഞ്ഞു തരാം. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. മിസ്സിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞ ടോപ്പിക്കുകൾ മാർച്ചിലൊക്കെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അതേപോലെയാണ് ക്ലാസ് ഉണ്ടാവുന്നത്. ഹാൻഡ് റിട്ടൺ നോട്ട്സ്, മിസ് എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് പേഴ്സണലി മിസ്സിന് ചോദിക്കാം. PVQ സെക്ഷൻസ് ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരിക്കും. എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ. ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് ജയിക്കാനുള്ളത് മാത്രമാണ് മിസ്സ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ക്ലാസ് വേണം, മിസ്സിൻ്റെ സപ്പോർട്ട് വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പാസ്സായേ പറ്റൂ എന്നൊരു വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം മിസ് ഡെയിലി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ പഠിക്കുക. അല്ലാതെ ഇപ്പോൾ സ്റ്റഡി ടൈബിളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ അറിയുന്നുണ്ടാവില്ല. നമുക്കറിയാം ബാച്ചിലെ കുട്ടികൾ നമുക്ക് ഏകദേശം അവരെത്രത്തോളം ഏത് സെക്ഷനിലുള്ള സ്റ്റുഡൻസാണ് നമുക്കറിയാം. ബിലോ ആവറേജ് ആയിരിക്കും. അപ്പോൾ ബിലോ ആവറേജ് ഉള്ള കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എത്രയും വേഗം സമയം കളയരുത്. നമുക്ക് ടൈം ടേബിൾ എല്ലാം വന്നിട്ട് സമയം കളയാതെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.